ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു സ്മാർട്ട് വാച്ച് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വീഡിയോ തുറന്ന് കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ്. അപ്പോൾ അതായിട്ട് M61+ ഒന്ന് ബാൻ ചെയ്തിട്ടുണ്ട്. അത് കളർഫുൾ ബോക്സാണ്, കുറച്ച് വലിയ ബോക്സാണ്. ബോക്സിൻ്റെ മറുവശത്തായിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡുണ്ട്. ആൻഡ്രോയിഡും ഐഫോണും സപ്പോർട്ട്. അപ്പോൾ നമുക്കിന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ലൊരു പാക്കിംഗ് മെത്തേഡാണ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഓപ്പൺ ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ബോക്സിൽ ഇൻക്ലൂഡായിട്ട് എന്തെല്ലാം വരുന്നത് മോൾ ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു കാറ്റലോഗ് സാധാരണ സ്മാർട്ട് വാച്ചിൽ വരുന്ന സെയിം ചാർജിങ് കേബിൾ തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ M16+. നല്ല ഒരു ഡിസൈനാണ്, നല്ലൊരു ഫിനിഷിങ് തന്നെയാണ്. ഫുൾ സൈസ് സ്ക്രീനാണ്, 44 mm ആണ് സൈസ്. സൈഡ് വീലൂടെ ഒരു പവർ ബട്ടൺ കാണാൻ നിങ്ങൾക്ക്. തൊട്ട് മുകളിലായിട്ടൊരു മൈക്ക്, പിന്നെ ഒരു മൗസ്. നമുക്ക് പ്രോഗ്രാംസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് ബട്ടൺസും വർക്കിംഗ് തന്നെയാണ്. മറു സൈഡിൽ വരുമ്പോൾ അതിനൊരു സ്പീക്കർ ഹോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. സ്ട്രാപ്പ് നമ്മൾ ഇട്ടിട്ടില്ല. സ്ട്രാപ്പിൻ്റെ സൈഡിൽ നല്ലൊരു ഷാർപ്പ് ഫിനിഷിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചാർജിങ് പോയിൻറ്റ്സ് കാണാം. പിന്നെ അതിൻ്റെ സെൻസറും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് ക്വാളിറ്റി ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്, നല്ല ക്ലാരിറ്റി ഡിസ്പ്ലേ ആണ്. മെയിൻ മെനുവിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധാരണ സ്മാർട്ട് വാച്ചിലുള്ള എല്ലാ പ്രോഗ്രാമുകളും ഇൻക്ലൂഡായിട്ട് നൽകിയിരിക്കുന്നുണ്ട്. സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്ന യൂസേഴ്സിനൊക്കെ അറിയാം എന്തെല്ലാം എല്ലാ പ്രോഗ്രാമുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ പ്രോഗ്രാമുകളൊന്നുമില്ല. സെറ്റിങ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ നിരവധി പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രൈറ്റ് സെറ്റിങ്സ്, സ്ക്രീൻ ടൈമിങ്, നിരവധി പ്രോഗ്രാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാസ്വേഡ് കൂടെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിഷ്ടമുള്ള പാസ്വേഡെല്ലാം ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്സാപ്പ് നോട്ടിഫിക്കേഷനും കോൾ സിസ്റ്റങ്ങളെല്ലാം ഇതിനകത്ത് സപ്പോർട്ടിംഗ് ആണ്. മൊബൈൽ കണക്ട് ചെയ്തതിനു ശേഷം എല്ലാം അത് വർക്കിംഗ് തന്നെയാണ്. നല്ല ഒരു സ്ക്രീൻ, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സ്ക്രീനാണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. നമുക്കൊന്ന് ബ്രൈറ്റൊക്കെ ഫുൾ ബ്രൈറ്റ് വെച്ച് നോക്കാം. നല്ല ഓക്കെയാണ്. ഹാർട്ട് ബീറ്റ് ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ഓൺ ചെയ്ത് നോക്കാം. സെൻസറെല്ലാം വർക്കിംഗ് ആണ്. സെൻസർ കാര്യങ്ങളെല്ലാം വർക്കിംഗ് തന്നെയാണ്. റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ സ്മാർട്ട് വാച്ചിൻ്റെ സ്ട്രാപ്പെല്ലാം ഇട്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ് നൽകുന്നുണ്ട്. ഒറിജിനലാണോ തന്നെ എന്നൊരു ഡൗട്ട് ഉണ്ട്. സ്ട്രാപ്പെല്ലാം ഇട്ട് വന്നപ്പോഴേ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി റബ്ബർ സ്ട്രാപ്പും കൂടെയാണ്. 44 mm നിരവധി സ്ട്രാപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സ്ട്രാപ്പ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കാൻ കഴിയും. ഓട്ടോമാറ്റിക് സ്ക്രീനെല്ലാം ഓട്ടോമാറ്റിക് വർക്കിംഗ് തന്നെയാണ്. ഈ രണ്ട് ബട്ടൺസുകളും വർക്കിംഗ് തന്നെയാണ്. താഴത്തെ ബട്ടൺസും വർക്കിംഗ് തന്നെയാണ്. അതേപോലെ ഈ ബട്ടൺസും വർക്കിംഗ് തന്നെയാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടുന്ന് തന്നെ തീംസുകൾ മാറ്റാൻ പറ്റും. അതേപോലെ ഇവിടുന്ന് റോൾ ചെയ്തും നമുക്ക് മാറ്റാൻ കഴിയും. മോൾ ഭാഗത്ത് നമുക്കിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സെറ്റിങ്സ് ഉണ്ട്, നൈറ്റ് മോഡുണ്ട്, പവർ ഓഫ്, സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം എല്ലാം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻ ലോക്ക് ചെയ്ത് ഉപയോഗിക്കാം. ഇവിടെ തന്നെ ബ്ലൂടൂത്ത് നമുക്ക് മൊബൈൽ വഴി ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇവിടെ കിട്ടുന്നതാണ്. ബ്രൈറ്റെല്ലാം നമുക്ക് ഇവിടുന്ന് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജാണ്. നമുക്ക് എപ്പോഴും സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണമെന്നില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നൽകിയിട്ടുണ്ട്. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നല്ലൊരു ബൂട്ടിംഗ് പെർഫോമൻസ് കൊണ്ട് നൽകുന്നത്. നല്ല പെട്ടെന്ന് ഓഫ് ആവുകയും ചെയ്യും, ടൈം എടുക്കുന്നില്ല. നല്ല വീണ്ടും ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്നുള്ള ഒരു ബൂട്ടിങ്ങാണ്. നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി എടുത്ത് തന്നെ പറയണം. നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി ഇതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്.
ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും നൽകിയിട്ടില്ല. സൈഡ് വ്യൂവിലോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഉള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഫിനിഷിങ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ക്രീൻ റെസൊല്യൂഷൻ യാതൊരു രക്ഷയില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഭാഗത്ത് പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് സെൻസറെല്ലാം ആക്റ്റീവാണ്, വർക്കിംഗ് തന്നെയാണ്. നിങ്ങൾക്കത് കാണാൻ കഴിയും. വാട്ടർ റെസിസ്റ്റൻസ് സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു ക്വാളിറ്റി മികവ് ഇതിനകത്ത് നൽകാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ QR കോഡ് ഉപയോഗിച്ച് എങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അതിന് നിങ്ങൾ ഗൂഗിൾ ക്രോം ബ്രൗസർ എടുക്കുക, ടൈപ്പിംഗ് ബാറിൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഈ QR കോഡിൻ്റെ ഈ എംബ്ലത്തിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ക്യാമറ ഓപ്പൺ ആവും. അത് ജസ്റ്റ് ഈ QR കോഡിലോട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിലോട്ട് പോകും. അത് കഴിഞ്ഞ് ഗോ കൊടുക്കുക. നേരെ ആപ്ലിക്കേഷനിലോട്ടാണ് പോകുന്നത്. സാധാരണ നിങ്ങൾക്ക് ഇതിന് മുമ്പ് നമ്മൾ സ്മാർട്ട് വാച്ചിൽ പരിചയപ്പെടുത്തിയ പോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും സെയിം അത് തന്നെ കണക്ട് ചെയ്യുക. നിങ്ങൾക്കിനി തീംസോ കാര്യങ്ങളോ മാറ്റണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. സെയിം മെത്തേഡ് തന്നെയാണ് എല്ലാ വാച്ചിലും ഒരേ രീതിയിലുള്ള പ്രോഗ്രാം ഡിവൈസ് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആപ്ലിക്കേഷനിൽ നിരവധി പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കഴിയും. ഇതിൽ മോർ ഓപ്ഷൻ ഉണ്ട്. മോർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും തരുന്നുണ്ട്. ഡോളേഴ്സ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഫേസും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് പ്രൊഫൈൽ ജസ്റ്റ് ഒരെണ്ണം വെച്ച് കാണിച്ചു തരാം. അതിൻ്റെ താഴെയായിട്ട് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റിംഗിൽ ഓപ്പൺ ചെയ്യാം. ഇതേപോലെ ഒരു പേജിലോട്ട് പോകും. അതിനകത്ത് ഈ പ്ലസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലോട്ട് ഓൾറെഡി നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോയിലോട്ട് പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. താഴെ ഭാഗത്തായിട്ട് ഡൺ ഓപ്ഷൻ ഉണ്ട്. ഡൺ കൊടുക്കുക. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഇൻസ്റ്റാൾ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് വാച്ചിൻ്റെ വാട്സാപ്പൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ജസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കാണിക്കുന്നുണ്ട്. 49, 42 പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. നല്ല ഒരു ഫാസ്റ്റാണ്. വെരി സിമ്പിളായിട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഓൾറെഡി എത്തിക്കഴിഞ്ഞു. പ്രൊഫൈൽ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഒരു പ്രോഗ്രാമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. നിരവധി പ്രോഗ്രാമൊക്കെ ഈ ആപ്പിലുണ്ട്. അത് നിങ്ങൾ വാച്ച് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നല്ലൊരു ക്വാളിറ്റി ഫിറ്റിംഗ് തന്നെയാണ്. നല്ല രീതിയിലുള്ളൊരു ഫിനിഷിങ് നൽകുന്നുണ്ട്. സ്ക്രീനെല്ലാം കറക്റ്റ് ടൈമിന് വർക്കിംഗ് തന്നെയാണ്. മൂവിങ്സ് എല്ലാം കറക്റ്റ് വർക്കിംഗ് തന്നെയാണ്. ഓക്കെ, നോട്ടിഫിക്കേഷനെല്ലാം കോളിംഗ് നോട്ടിഫിക്കേഷനെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചാണ്. ബാറ്ററി ഇതിനകത്ത് ഇൻബിൽറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് 200 mAh ബാറ്ററിയാണ് അതുള്ളത്. ഒരു 2 days ആണ് ഇത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. പിന്നെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്യും. ഓവറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. എന്നാലും 1 days എന്തായാലും കിട്ടും. നല്ലൊരു ക്വാളിറ്റി ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഇതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റിയൊക്കെ ഉള്ള ഒരു സ്മാർട്ട് വാച്ചും കൂടെയാണ് M16+. അപ്പോൾ നിരവധി സ്മാർട്ട് വാച്ചുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൽ കൊള്ളാവുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി വാച്ച് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ റിവ്യൂ ചെയ്തിരിക്കുന്നത്. ഇനിയും സ്മാർട്ട് വാച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ടും ഈ M16+ നല്ല ഒരു ക്വാളിറ്റി വാച്ചാണ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.